CPIക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും CPI നേതാക്കളാണ് അവിടുത്തെ MLA മാർ. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ CPIക്കാരാണ്. തൃശ്ശൂർ ടൗൺ MLA CPI നേതാവാണ്. ഇത്തരത്തിൽ CPIക്ക് സ്വാധീനമുള്ള ശക്തി കേന്ദ്രത്തിലാണ് CPIM BJP ഡീൽ നടത്തി VS സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. ഒരു കാര്യം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. CPIയെ തകർക്കാൻ ശ്രമിച്ച CPMനോട് ഒരു രീതിയിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അവർ UDFൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. മാത്രമല്ല, തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ CPIക്ക് അർഹതപ്പെട്ട സ്ഥാനം മുഴുവനായി അവർക്ക് നൽകുകയും വേണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. കാരണം അധികാരം എന്നതാണ് ലക്ഷ്യം. UDF ഒറ്റക്കെട്ടായി നിന്നാൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയും. 100 സീറ്റെങ്കിലും കുറഞ്ഞത് UDFന് ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. പിണറായി വിജയനും മരുമകനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നുള്ള സംവിധാനമാണ് പാർട്ടി സംവിധാനമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. MV ഗോവിന്ദൻ ഒരു വെറും കറിവേപ്പലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണവുമില്ല, മണവുമില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് എന്ത് പറയുന്നു എന്നുള്ളത് പാർട്ടി നേതൃത്വം ചിന്തിക്കാനേ പോകുന്നില്ല. കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സംവിധാനമല്ല ഇപ്പോൾ CPIMന് ഉള്ളത്. കോടിയേരിയുടെ ചടങ്ങുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നടത്തിയ ചടങ്ങുകൾ പോലും മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രകാരം ധൃതി കാണിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയും ഉണ്ട്. അതായത് കോടിയേരി കുടുംബത്തിന് പിണറായിയോട് കടുത്ത അമർഷമുണ്ട്, വിരോധമുണ്ട്. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ 2 മക്കളും പലതവണയായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഷംസീറിനും കടുത്ത രീതിയിലുള്ള എതിർപ്പ് പിണറായി വിജയനുമായി ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴായി രേഖപ്പെടുത്താറുമുണ്ട്. തീർച്ചയായും CPIM 2 തട്ടിലേക്ക് ആകും. CPIM പിളരും. പിണറായി വിജയൻ്റെ കുടുംബാധിപത്യം നിലനിർത്തുന്ന രീതിയിൽ കുറച്ച് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ആളുകളും മറ്റ് പലയിടത്ത് ഔദ്യോഗിക പക്ഷവും എന്ന രീതിയിലായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ നടുക്ക് കടന്ന് വെന്തുരുകേണ്ട ആവശ്യം CPIക്കില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ ഇതിൽ നിന്നും മുക്തരാകാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീർണിച്ച രാഷ്ട്രീയം കളിക്കുന്ന CPIMനെ, അതപ്പതിച്ച CPIMനെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. PV അൻവർ പറഞ്ഞതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുകളെല്ലാം തന്നെ പറയുന്നു ആ സൂര്യൻ കെട്ടുപോയിട്ട് വർഷങ്ങൾ കുറേ ആയി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഇങ്ങനെയുള്ള CPIMുമായി സഹകരിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? PV അൻവറിനെ സംരക്ഷിക്കേണ്ടി വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വെറുതെയല്ല. കോൺഗ്രസ് കൃത്യമായി പറയുന്നു, CPI ഒപ്പം നിൽക്കുമ്പോൾ അർഹതപ്പെട്ട സ്ഥാനമെല്ലാം നൽകും. ഒപ്പം CPIM വിട്ടുവരുന്നവർക്കും കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ കൃത്യമായി ആലോചിക്കും. കാരണം അവർ CPIMനെ വെറുത്ത പാർട്ടിയിൽ നിന്നും പോകുന്നവരാണ്. അവർക്ക് കോൺഗ്രസ് അംഗത്വം വേണമെങ്കിൽ തീർച്ചയായും കൊടുക്കും. നാളെയുടെ പ്രതീക്ഷയായി വാഗ്ദാനമായി നിൽക്കുന്ന നിരവധി ചെറുപ്പക്കാർ CPIM വിടുകയാണ്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ മുരുക്കുമുഷ്ടിയൊന്നും ഇവിടെ ചെലവാവുകയില്ല.